ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിലെ വാനമ്പാടി മലയാളികളുടെ പ്രിയപ്പെട്ട ജാനകിയമ്മ ഇനി ഓർമ്മ. സാമൂഹിക സാംസ്കാരിക ലോകത്തെ പ്രമുഖർ, പ്രത്യേകിച്ചും സംഗീത ലോകത്തുള്ളവർ ഒന്നടങ്കം സങ്കടത്തോടെ തങ്ങളുടെ പ്രിയ ഗായികയ്ക്ക് വിട നൽകുകയാണ്. പതിറ്റാണ്ടുകളോളം സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളിൽ കുളിർമഴയായി പെയ്ത ആ ശബ്ദമാണിപ്പോൾ നിലച്ചിരിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സപര്യയിൽ ഏകദേശം 48,000-ഓളം ഗാനങ്ങളാണ് ജാനകിയമ്മ ആലപിച്ചിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 17 ഭാഷകളിലായി അവർ പാടിപ്പൊലിപ്പിച്ച ഗാനങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. കന്നഡയിലും മലയാളത്തിലുമാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ അവർ പാടിയിട്ടുള്ളത്. കേവലം ഇന്ത്യൻ ഭാഷകളിൽ മാത്രം ഒതുങ്ങാതെ ഇംഗ്ലീഷ്, ജാപ്പനീസ്, അറബിക്, ജർമ്മൻ, സിംഹള എന്നീ വിദേശ ഭാഷകളിലും തന്റെ ശബ്ദ സാന്നിധ്യം വിതറാൻ അവർക്ക് സാധിച്ചു. ഏകാന്ത ഗീതങ്ങളും യുഗ്മഗാനങ്ങളും കോറസുകളുമെല്ലാം ജാനകിയമ്മയുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. സിനിമയിൽ കഥാപാത്രത്തിന് ആഴം നൽകുന്ന ഭാവുകത്വത്തോടെ ഗാനങ്ങൾ ആലപിക്കുന്നതിൽ അവർ കാണിച്ചിരുന്ന വൈദഗ്ധ്യം മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒന്നാണ്. തലമുറകൾ മാറിയിട്ടും ജാനകിയമ്മയുടെ പാട്ടുകൾക്ക് ഇന്നും ഒരു പ്രത്യേക ഉന്മേഷവും മാധുര്യവുമുണ്ട്. സംഗീത പ്രേമികൾക്ക് ഒരു തീരാനഷ്ടമാണ് ഈ വിയോഗം. ഓരോ മലയാളിയുടെയും ജീവിതത്തിലെ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പമുണ്ടായിരുന്ന ആ ശബ്ദം ഇനിയില്ല എന്നത് ഉൾക്കൊള്ളാൻ പലർക്കും ഇനിയും സാധിച്ചിട്ടില്ല. കാലത്തിന് മായ്ക്കാനാവാത്ത മുദ്രകൾ പതിപ്പിച്ചാണ് ഈ വാനമ്പാടി വിടവാങ്ങുന്നത്. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ മൈസൂരുവിലെ നവീൻ ഫാം ഹൗസിൽ നടക്കും. പ്രിയ ഗായികയ്ക്ക് കേരള പ്രണാമത്തിന്റെ ആദരാഞ്ജലികൾ.